നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. നല്ല പച്ച വാളംപുളിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാളംപുളി വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ചമ്മന്തി. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ വാളംപുളി എന്നാണ് പറയുന്നത്. അപ്പോൾ വാളംപുളി വെച്ചിട്ടാണ് നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് നല്ല കിടിലൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ. വെൽക്കം ടു കുക്ക് വിത്ത് ജ്വൽ. നല്ല വാളംപുളിയുടെ സീസണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കുഞ്ഞു പുളിയില്ലേ, അത് വെച്ച് നമുക്ക് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന വാളംപുളി എന്ന് പറയുന്നത് ഇച്ചിരി മൂത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുരു എല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് ചമ്മന്തി അരയ്ക്കാനായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ചമ്മന്തി അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നല്ല കാന്താരി ഒരു 10-15 എണ്ണം, പിന്നെ ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്, ഉപ്പ്, അതുപോലെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയും ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കുരു കളയാം. ഈ കുരു ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചവർപ്പും കയ്പും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നെടുകയെ പിളർന്ന് അതിൻ്റെ ആ കുരു ആദ്യം തന്നെ എടുത്തു കളയാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ പുളിയാണ് കേട്ടോ ഇത്. ചിലർ ഈ പുളിയുടെ ആ പുറത്തുള്ള ആ തൊലിയില്ലേ, അതും കളയാറുണ്ട്. അത് കളഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പഴയ കാലത്ത് ഇഷ്ടംപോലെ എല്ലാ വീടുകളിലും സുലഭമായിരുന്നു ഈ പുളി. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഈ ഒരു ചമ്മന്തി എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അധികം വീടുകളിലൊന്നും ഈ ഒരു പുളിയൊന്നും കാണാനും കിട്ടാറില്ല. എന്തായാലും നമുക്ക് ഇത് വെച്ചതാ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നൊരു നൊസ്റ്റോ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയ കല്ലിലാണ് കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലും ചെറിയ ജാറിലിട്ടിട്ടും ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനപ്പോൾ നമ്മുടെ ചെറിയ കല്ലിലാണ് കേട്ടോ ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ആ കുരു എല്ലാം കളഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വാളംപുളി നല്ലതുപോലെ ചതച്ച് അരച്ചെടുക്കാം. അത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ട് വേണം നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ചെറിയ ഉള്ളി എത്ര ചേർത്താലും അതിൻ്റെ രുചി കൂടുള്ളൂ കേട്ടോ. ഞാനിവിടെ ഒരു 10 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കാന്താരി ചേർത്ത് കൊടുക്കാം. ഈ കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. പക്ഷെ കാന്താരിയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ കിട്ടിയ കാന്താരി ഒരു 10-15 എണ്ണം ഉണ്ട്. അതത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവും കിട്ടും കേട്ടോ. അപ്പോൾ എരിവ് വേണ്ട എന്നുള്ളവർക്ക് പച്ചമുളക് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ കാന്താരി അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് അരഞ്ഞു പോവില്ല. മിക്സിയുടെ ജാറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് അത് അരഞ്ഞ് കുഴഞ്ഞങ്ങ് പോകും. ഇതാവുമ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചതഞ്ഞ് അരഞ്ഞു എന്ന് വെച്ചാൽ അരഞ്ഞ് ആ ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതാ എല്ലാ ഇൻഗ്രീഡിയൻസും ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ചതച്ച് അരച്ചെടുക്കാം നമുക്കിത്. ചിലർക്ക് നന്നായിട്ട് അരഞ്ഞ ചമ്മന്തിയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ എനിക്കിങ്ങനെ ഒരു മുക്കാൽ ഭാഗത്തോളം അരഞ്ഞ് ചതഞ്ഞ് അങ്ങനത്തെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് അരച്ച് ചതച്ചെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും, രുചിയും കൂടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി പച്ച വെളിച്ചെണ്ണ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 രീതിയിലും നോക്കി. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പച്ച വെളിച്ചെണ്ണ ചേർത്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ചമ്മന്തി റെഡി. ഇത് മതി ചോറുണ്ണാനായിട്ട്, വേറെ ഒന്നും വേണ്ടാന്ന് പഴയ കാലത്തുള്ളവരും ഇപ്പോഴത്തെ കാലത്തുള്ളവരും എല്ലാവരും പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനിതാ ഇവിടെ ഇട്ടു എന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.